അമ്മ എന്ത് പറയുന്നു, വീട്ടിലുണ്ടോ? കിട്ടിക്കാണും. നീ അമ്മമാരെ എടുത്ത് കളാൻ നീ രക്ഷപ്പെടും. അതാണ് ഞാൻ അമ്മമാരായിട്ട് പോയി രക്ഷപ്പെടുത്തില്ല. എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിലെ താരമാണ്. വ്ളോഗും ഇൻസ്റ്റഗ്രാമിലൂടെയുമായാണ് അവർ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. യൂട്യൂബ് ചാനലുകൾക്കും അഭിമുഖങ്ങൾ നൽകാറുണ്ട്. തനിക്ക് മുന്നിൽ മൈക്കുമായി എത്തുന്നവരെ നിരാശപ്പെടുത്താറില്ല രേണു. പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും വിവാദമായി മാറാറുമുണ്ട്. വീടിനെക്കുറിച്ച് കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു. അവൻ അവന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. 21 വയസ്സായി അവൻ. പ്രായപൂർത്തിയായ കുട്ടിയാണ്. അവന്റെ അഭിപ്രായം അവൻ പറയട്ടെ, എന്റെ അഭിപ്രായം ഞാനും പറയും. അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ മോൻ എന്റെ മോനല്ലാതെയാവുമോ? അവൻ എന്റെ മോനാണ്. ഞാനും കിച്ചുവും അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞ് കുറേ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും അമ്മയും മകനും തന്നെയാണ്. കിച്ചുവിനെ ഞാൻ കുറച്ചു മുൻപ് വരെ വിളിച്ചിരുന്നു എന്നുമായിരുന്നു രേണു പറഞ്ഞത്. കിച്ചു താമസിക്കാൻ വരുമ്പോൾ എല്ലാം ശരിയാക്കി കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇപ്പോഴും ലീവിന് വരുമ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. എപ്പോൾ നന്നാക്കി കൊടുക്കുന്നു എന്നത് പുള്ളിയുടെ ഇഷ്ടമല്ലേ? അതേക്കുറിച്ച് പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. കിച്ചുവിന്റെയും വിതപ്പന്റെയും വീടാണ് അത്. എനിക്ക് യാതൊരുവിധ അവകാശവുമില്ല. എന്റെ പേരൻസിന് പ്രായമായി വരികയാണ്. അവർക്ക് ജോലിക്ക് പോവാനൊന്നും പറ്റുന്ന അവസ്ഥയല്ല. ഞാൻ ഈ ഷൂട്ടിനും കാര്യങ്ങൾക്കുമൊക്കെ പോവുമ്പോൾ എന്റെ ഇളയ മകനെ നോക്കണം. അവനെ നോക്കാൻ വേറെയാരുമില്ല. എന്റെ അച്ഛനും അമ്മയും അവനെ നോക്കിക്കോളും. പൈസ കൊടുത്ത് ഒരാളെ നിർത്തേണ്ടതില്ല. അതുകൊണ്ട് അതാണ് അവർ അവിടെ നിൽക്കുന്നത്. അതിൽ ആർക്കാണ് എന്താണ് പ്രശ്നം എന്നും രേണു ചോദിച്ചിരുന്നു. ഇളയ മകൻ 18 വയസ്സായി കഴിഞ്ഞാലേ ആ വീട് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ കഴിയൂ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ 18 കഴിയാതെ അവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ സൗകര്യമില്ല. ഇനി ആരൊക്കെ അവളുമാർ വന്നാലും അതിനു മുൻപ് അവിടെ നിന്നും ഇറങ്ങില്ല. അതിനിടയിൽ ഞാൻ വീട് വെക്കുമായിരിക്കും എന്നും രേണു പറഞ്ഞിരുന്നു. എയർപോർട്ടിൽ നിന്നും ലൈവായി വിളിച്ചപ്പോൾ കിച്ചു ഫോൺ എടുത്തിരുന്നു. രേണു പറഞ്ഞതിന് തിരിച്ച് മറുപടിയും നൽകിയിരുന്നു. മക്കൾക്ക് വീട് നൽകിയതിന് ഫിറോസ് ഇക്കയോട് നന്ദിയുള്ളതാണ് ഞാൻ. പക്ഷേ ചില കാര്യങ്ങൾ പറയേണ്ട സമയം വന്നതുകൊണ്ടാണ്. അവിടെ ചോർന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീട് മോശമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചോരുന്നുണ്ടെന്ന് പറഞ്ഞത് അവർ തന്നെയാണ് വിവാദമാക്കിയത്. എന്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ല. അതുകൊണ്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു. അതോടെയാണ് എല്ലാവരും എന്നെ എടുത്തിട്ട് അലക്കിയത്. കിച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ വിചാരിച്ചു കിച്ചുവിനെ എന്തെങ്കിലും പറയുമെന്ന്. എല്ലാവരും ആഗ്രഹിച്ചത് പോലെയൊന്നും നടന്നില്ല. കിച്ചുവിനെ തിരിപ്പിക്കാനായി കുറേ പേർ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല. രേണു പറഞ്ഞത് കൃത്യമായ മറുപടി തന്നെ തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയുടെ താഴെ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.